ഇസ്രായേൽ ഹമാസ് യുദ്ധം അങ്ങനെ അന്ത്യത്തിലേക്ക് എത്തുകയാണ്. ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ നിർണായക നീക്കങ്ങളൊക്കെയും നടന്നു നമ്മൾ കണ്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാന മിഡിൽ ഈസ്റ്റ് നേതാക്കളും സമാധാന കരാറിൽ ഒപ്പുവെച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഹമാസ് പ്രതിനിധികളും ഉച്ചകോടിയിൽ നിന്ന് അതേസമയം വിട്ടുനിന്നു. വരും ദിവസങ്ങളിൽ ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ആരംഭിക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് സമാധാനത്തിന്റെ വാർത്ത കെയ്റോയിൽ നിന്ന് വന്നതിനെ കുറിച്ചൊക്കെ. 2 വർഷം നീണ്ട രക്തച്ചൊരിച്ചിലിന് ശേഷമാണ് ഈ സമാധാനം പുലരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഔദ്യോഗികമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. സമാധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ലോക നേതാക്കൾ. ഇനിയുള്ള നീക്കം അത് ഏത് തരത്തിലായിരിക്കും? ഈ ഗാസ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇനി പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് എങ്ങനെയായിരിക്കും കടക്കുക? ഗുഡ് മോർണിംഗ് ആര്യ. ഇപ്പോൾ ഇന്നലെ 1968 പലസ്തീൻകാരെ ഇസ്രായേൽ വെറുതെ വിട്ടു. അതുപോലെ 20 ഹമാസ് പിടിച്ചു വെച്ചിരുന്ന ഇസ്രായേലികളെയും തിരിച്ചുവിട്ടു. അവരവരുടെ കുടുംബത്തെ കണ്ടു. ആ കുടുംബത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. വളരെ സന്തോഷമുള്ള ദിവസമാണ് കടന്നുപോയത്. എന്തായാലും ഗാസയുടെ വിഷയത്തിൽ ഗാസയിലെ വെടിനിർത്തൽ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിനു മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം ആ വെടിനിർത്തൽ ഇല്ലാതാകുന്നതാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വെടിനിർത്തൽ കൃത്യമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ഗാസയുടെ സമാധാന കരാറിൻ്റെ വ്യവസ്ഥകളിൽ ആദ്യത്തെ ഘട്ടം വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അതുപോലെ ഗാസ സമാധാന ഉച്ചകോടിയിൽ ഇന്നലെ 24ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുകയും ഗാസയുമായി ബന്ധപ്പെട്ട് ഗാസയുടെ ഗവേണൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഗാസ സമാധാന കരാറിൽ US, തുർക്കി, ഈജിപ്ത്, ഖത്തർ എന്നീ 4 രാജ്യങ്ങൾ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി വരും ദിവസങ്ങളിൽ ഹമാസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതായത് ഹമാസിൻ്റെ നിരായുധീകരണം, അതുപോലെ ഗാസയിലെ ഗവേണൻസ്, ഗാസയുടെ ഭരണ നേതൃത്വം എങ്ങനെയായിരിക്കണം, അതിൽ ആരൊക്കെ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിലാണ് ചർച്ച ഉണ്ടാവുക. അതിൽ ഹമാസിന് ഒരു റോളും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഗാസ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഘടന അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഗാസയുടെ ഹമാസിൻ്റെ ആളുകളാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളും ഈ സമയത്ത് വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഗാസയിൽ ഒരു സമാധാനത്തിൻ്റെ വെളിച്ചമാണ് അവിടെ വീശുന്നത്. അതുപോലെ തന്നെ അവിടെ അവർക്ക് വേണ്ട ആഹാരങ്ങളും ഭക്ഷണങ്ങളും എത്തുന്ന വാഹനങ്ങളെ ഇപ്പോൾ ആരും തടയുന്നില്ല. കൃത്യമായി ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തുന്നുണ്ട്, വെള്ളം എത്തുന്നുണ്ട്. റഫ അതിർത്തി വഴി നിരവധി ട്രക്കുകൾ ദിവസേന ഗാസയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നേടേണ്ടത് എന്താണോ അതെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി വേണ്ടത് സമാധാനമാണ്, അതുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിന് എപ്പോഴൊക്കെയാണോ ആയുധങ്ങൾ ആവശ്യം വന്നത് ആ സമയത്തെല്ലാം അമേരിക്ക അത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമാധാനം പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇന്നലെ ഗാസ സമ്മിറ്റിൽ വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് ലോക നേതാക്കളെല്ലാം സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് പാക് പ്രധാനമന്ത്രിയൊക്കെ വലിയ രീതിയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവെന്നൊക്കെയുള്ള രീതിയിൽ ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപ് നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതുപോലെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്തേ LCC അദ്ദേഹമൊക്കെ വലിയ രീതിയിൽ പറഞ്ഞു, ഈ ഡൊണാൾഡ് ട്രംപ് ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു സമാധാന കരാർ തന്നെ നിലവിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിലവിൽ വരുന്ന ഇന്നും ഗാസയെ അശാന്തി നിറഞ്ഞേനെ എന്നുള്ള തരത്തിൽ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്ക് പറയുകയുണ്ടായി, ട്വിറ്ററിലാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡൊണാൾഡ് ട്രംപ് ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു സമാധാന കരാർ ഉണ്ടാവില്ല, ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഒപ്പമുണ്ട് എന്നുള്ള തരത്തിൽ നരേന്ദ്രമോദി അടക്കം ട്വീറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ നൊബേൽ സമ്മാനം ആ മോഹം ഉള്ളിൽ വെച്ചുകൊണ്ടാണെന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ഇതിനു മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ലോകം മുഴുവൻ അത്തരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും അഭിലാഷ്, ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ട്രംപിന്റെ ഇടപെടൽ അത്
പ്രശംസനീയമാണ്. അത് എടുത്തു പറയാതെ പോകാൻ ആർക്കും കഴിയുകയുമില്ല. പക്ഷേ അവിടെയും നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിച്ചത്, അവിടെ ഇടപെട്ടതും ട്രംപാണെന്ന് പറയുന്നതും, വീണ്ടും ട്രംപിന് നൊബേലിനുള്ള അർഹതയുണ്ടെന്ന് വീണ്ടും ആവർത്തിക്കുന്നതും, ഒരുപക്ഷെ അടുത്ത വർഷത്തെ നൊബേൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അത് ട്രംപ് കാലേകൂട്ടി തുടങ്ങിയിട്ടുണ്ടാകാം. ഇപ്പോഴേ അതിനുള്ള നീക്കങ്ങൾ പല കോണിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും. പക്ഷേ അത്തരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണെങ്കിൽ പോലും ട്രംപ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇസ്രായേൽ ഗാസ ആ അതിർത്തിയിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ അത് അത്രത്തോളം പ്രശംസനീയമാണ് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാനും കഴിയില്ല. ആര്യ, ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വശത്ത് ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവൻ എന്ന് പറയുന്നത് പോലെയാണ്. അതായത് ഗാസയിലേക്ക് ആക്രമണം നടത്താൻ വലിയ രീതിയിൽ ആയുധങ്ങളും എല്ലാം ഇസ്രായേലിന് കൊടുത്തത് ഡൊണാൾഡ് ട്രംപാണ്. അതുപോലെ ഗാസയിൽ യുദ്ധം നിർത്താൻ പ്രയത്നിച്ചതും ഡൊണാൾഡ് ട്രംപാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം ഇടപെട്ട് ഒഴിവാക്കി. അങ്ങനെ താൻ ഇതുവരെ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. അടുത്തത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് വരെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതെല്ലാം വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. അതായത് ഇപ്പോൾ നൊബേൽ സമ്മാനം തനിക്ക് നഷ്ടമായിരിക്കുന്നു, അത് മറ്റൊരാൾക്ക് പോയിരിക്കുന്നു. എന്നാൽ അടുത്ത നൊബേൽ സമ്മാനമെങ്കിലും തനിക്ക് കിട്ടണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ പരാമർശങ്ങളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അദ്ദേഹം നൊബേൽ സമ്മാനം കൊണ്ടേ പോകൂ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ലോകത്ത് ഏത് യുദ്ധമുണ്ടായാലും അതിൽ പങ്കുണ്ടെങ്കിലും പങ്കില്ലെങ്കിലും ഇപ്പോൾ യുദ്ധം വേണ്ട, ഒരു ചെറിയ 2 സംഘർഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പോലും അതിന് യുദ്ധമായി കണ്ട് അവിടെ ചുമ്മാ ഫോൺ വിളിച്ചതിന് ശേഷം ആ യുദ്ധവും താൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന രീതിയാണ്. നമ്മളത് ഇന്ത്യയുടെ കാര്യത്തിൽ കണ്ടതാണ്. കാരണം ഇന്ത്യ അന്ന് കൃത്യമായി പറഞ്ഞതാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം ഉഭയകക്ഷി കാര്യമാണ്, അതിൽ മറ്റൊരാൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതിൽ അമേരിക്ക അടക്കം ഇടപെടാമെന്ന് പറഞ്ഞപ്പോഴും ഇന്ത്യ പറഞ്ഞത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും, അതിൽ മൂന്നാമതൊരാൾ ഇടപെടുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഇന്ത്യ അറിയിച്ചിട്ടും അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യുദ്ധം അവസാനിക്കാനായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് അഭ്യർത്ഥന നടത്തുന്ന സംഭവമാണ് ഉണ്ടായത്. പക്ഷേ ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാനും പറയുന്നത് അതായത് ഇന്ത്യക്കും പാകിസ്ഥാനുമെതിരെ അധിക ചുങ്കം ചുമത്തും, ആണവ രാജ്യങ്ങൾ ആക്രമണം നടത്തിയാൽ പരസ്പരം ആക്രമിച്ച് അവർക്കെതിരെ അധിക ചുങ്കം ചുമത്തി അവർക്ക് ശിക്ഷാ നടപടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞതിൻ്റെ ഭയത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് എന്നുള്ളതാണ് അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ ഈ വാദം ഇന്ത്യ എല്ലാ സ്ഥലത്തിലും UN-ലടക്കം എല്ലാ സ്ഥലത്തും ഇന്ത്യ പൊതുവെ തന്നെ അത് അങ്ങനെ അല്ല, ആ പറഞ്ഞത് ശരിയല്ല എന്നുള്ള കാര്യം അമേരിക്കയുടെ വാദം തള്ളി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറും മാത്രമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ അവകാശവാദത്തെ അംഗീകരിച്ച് പ്രസംഗിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ കർശനമായി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഇടപെടലേ ഉണ്ടായിട്ടില്ല എന്ന്. എന്നാലും അത് താൻ ഇടപെട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്താൻ വേണ്ടി ലോകത്ത് എവിടെ എന്ത് സംഘർഷം ഉണ്ടായാലും അതിലെല്ലാം താൻ ഇടപെട്ടതെല്ലാം ഇല്ലാതാക്കി എന്നുള്ള കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ എന്തായാലും ഗാസയുമായിട്ടുള്ള വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. ആര്യ, തീർച്ചയായും. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.